ഏവർക്കും hsstimes പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ പ്ലസ് 2 ബിസിനസ് സ്റ്റഡീസിലെ മൂന്നാമത്തെ ചാപ്റ്റർ എന്താ? ചാപ്റ്ററിന്റെ പേര് എന്താ? ബിസിനസ് എൻവയോൺമെന്റ്. അതിന്റെ ഒരു ക്ലാസ് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. അതിനു മുമ്പ് ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. കൂടാതെ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? മീനിങ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ആൻഡ് ഓൾസോ ദ ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. ടുഡേ വി ആർ ഡിസ്കസിംഗ് എ ന്യൂ ടോപ്പിക്. ദ നെയിം ഓഫ് അവർ ടുഡേസ് ടോപ്പിക് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ബിസിനസ് എൻവയോൺമെന്റ് എന്താണെന്നും അതേപോലെ അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നും ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ്. ബിസിനസിന്റെ പരിസ്ഥിതി, ബിസിനസ് എൻവയോൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് ഒരു കാര്യം, ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റ് സ്കാനിങ്, importance of business environment or importance of environment scanning. സ്കാനിങ് എന്ന ഒരു വേർഡ് നിങ്ങൾ പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടാവും. ഒരുപാട് സ്ഥലങ്ങളിൽ സ്കാനിങ് എന്ന് കേട്ടിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ കയ്യിലുള്ള ഒരു നോട്ട്ബുക്ക് നമുക്ക് സ്കാൻ ചെയ്യാം. അതേപോലെ തന്നെ വയറുവേദന വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും സ്കാൻ ചെയ്യണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്യും. ഡോക്ടർ സ്കാനിങ് മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്റ്റൊമക്ക് സ്കാൻ ചെയ്യും. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അസുഖം മാറുമോ? ഇല്ല. അങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്കുള്ള ഡിസീസ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇപ്പം കോവിഡിന്റെ കാലമാണ്. ഇപ്പോഴും നമ്മൾ സ്കാനിങ് എന്ന ഒരു സംഭവം ഇപ്പോഴും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണാം. ഇതെന്ത് വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്? ഇതും ഒരു സ്കാനിങ് ആണ്. അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ഓഫീസർ ഒരാളെ സ്കാൻ ചെയ്യുകയാണ്. എന്തിനാ? COVID-19 അല്ലെങ്കിൽ ഫീവർ ഉണ്ടോ എന്ന് സ്കാൻ ചെയ്യുകയാണ്. ഇയാൾ ഇങ്ങനെ തെർമൽ സ്കാനർ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം ഭേദമാവോ? ഇല്ല. അസുഖമുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, പനി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പനി ഉണ്ടെങ്കിൽ അയാൾക്ക് എന്താ ആവശ്യമാണ്? ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. ഹോസ്പിറ്റലിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നായിട്ട് അയാൾക്ക് മുമ്പേ പനി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇത് സ്കാനിങ് ആണ്. സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്തല്ല, ഒരു ട്രീറ്റ്മെന്റ് അല്ല. അപ്പൊ ശരിക്കും ഒരു സ്കാനിങ് മീൻസ് ചെക്കിങ്, എക്സാമിനിങ്, പരിശോധിക്കുക. അതാണ് സ്കാനിങ്ങിന്റെ മെയിൻ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഫീവർ സ്കാനിങ് അല്ലെ? തെർമൽ സ്കാനേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഫീവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അതേപോലെ ഇവിടെ നമ്മൾ ഫീവർ അല്ല സ്കാൻ ചെയ്യുന്നത്, തെർമൽ സ്കാനർ ഉപയോഗിച്ചുകൊണ്ടല്ല. ഇവിടെ കച്ചവടക്കാരൻ അവന്റെ എൻവയോൺമെന്റിനെ പഠിക്കണം. The term environment scanning means monitoring the environment of a business unit to identify opportunities and threats. ഓക്കെ മക്കളെ, നമ്മളിപ്പോൾ പഠിക്കുന്നത് എൻവയോൺമെന്റൽ ബിസിനസ് എൻവയോൺമെന്റിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ബ്രാക്കറ്റിനകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ സ്കാനിങ് എന്നും കാണാം. അപ്പൊ എൻവയോൺമെന്റൽ സ്കാനിങ് ഈസ് എ ന്യൂ ടേം. സോ വി വിൽ ഡിസ്കസ് the meaning of environment scanning first, then importance of business environment. The term environment scanning refers to monitoring the environment of each organization and identifying the opportunities and the threats before them. Environmental scanning means monitoring the environment of each organization and identifying opportunities and threats before them. എൻവയോൺമെന്റ് സ്കാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരന്റെ, ഒരു ബിസിനസ് യൂണിറ്റിന്റെ പരിസ്ഥിതിയെ മോണിറ്റർ ചെയ്യുക. മോണിറ്റർ ചെയ്യുക മീൻസ് എക്സാമിൻ ചെയ്യുക, പരിശോധിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ടു ഐഡന്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൾസോ ടു ഐഡന്റിഫൈ ത്രെറ്റ്സ്. അവസരങ്ങളും ഭീഷണികളും കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കച്ചവടക്കാരൻ അവന്റെ ചുറ്റുപാടിനെ പഠിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എൻവയോൺമെന്റ് സ്കാനിങ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. Environment scanning means detailed study regarding environment. It is the duty of a businessman to examine carefully what are the changes that takes place in his environment. If
a businessman analyzes or examines his environment properly, he can identify opportunities and also he can identify threats. അപ്പോൾ ഞാനൊരു കച്ചവടക്കാരനാണ്, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ബിസിനസിന്റെ പരിസ്ഥിതിയെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. എന്തൊക്കെ മാറ്റങ്ങളാണ് എൻവയോൺമെന്റിലുള്ളത്, എന്തൊക്കെ അവസരങ്ങളുണ്ട്, എന്തൊക്കെ ഭീഷണികളുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് നോക്കുക. In order to adjust the operations of an organization according to the environment scanning is essential. Okay, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഈ COVID-19 ഇപ്പൊ എല്ലാത്തിലും റീസെന്റ് ആയിട്ടുള്ള, അതുകൊണ്ട് ഇതിന്റെ മാക്സിമം യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. COVID-19 എന്ന് പറയുന്ന ഡിസീസ് ഈ മാസ്ക് ഉണ്ടാക്കുന്ന കമ്പനികൾക്കും സാനിറ്റൈസർ ഉണ്ടാക്കുന്ന കമ്പനികൾക്കും ഗ്ലൗസ് ഉണ്ടാക്കുന്ന കമ്പനികൾക്കും PPE കിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഇത് ഹോട്ടൽ ഇൻഡസ്ട്രിക്കും ടൂറിസം ഇൻഡസ്ട്രിക്കും ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിക്കും ഒക്കെ ത്രെട്ടാണ്. അപ്പോ ഒരു ചേഞ്ച് തന്നെ, ഒരു മാറ്റം തന്നെ ചില ടൈപ്പ് ബിസിനസിന് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, മറ്റു ചില ബിസിനസിന്. അപ്പൊ എന്ത് ചെയ്യണം? കച്ചവടക്കാരൻ എന്തൊക്കെയാണ് അവസരങ്ങൾ, എന്തൊക്കെയാണ് ഭീഷണികൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ, in order to identify the new opportunities and what are the new threats in the business or in the business world, it is the duty of a businessman to study properly in detail regarding the changes that takes place in business environment, and such a detailed or in-depth study is known as environmental scanning. If a businessman conducts environment scanning properly, he will enjoy some benefits. The benefits enjoyed by a businessman as a result of conducting environmental scanning is termed as importance of business environment. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് നോക്കുക. It helps the company to identify opportunities and getting first mover advantage. It helps the company to identify opportunities and getting the first mover advantage. ഇത് എന്ത് ചെയ്യുന്നു? Environmental scanning helps the കമ്പനികളെ സഹായിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? To identify opportunities, അവസരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അവസരങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ. എന്തിനു വേണ്ടിയിട്ടാണ് അവസരങ്ങൾ കണ്ടുപിടിക്കുന്നത്? We are finding out opportunities with an intention of producing a product. After identifying a particular opportunity, we can start manufacturing a new product. Suppose if a businessman introduce a new product for the first time in the market, definitely people will purchase the product purchased by such companies. For example, let us consider the case of Maruti Suzuki. Maruti Suzuki is the first organization who identified the need of a small car for Indian citizens, and they started manufacturing. Its name is Maruti 800. അപ്പൊ മാരുതി എന്ന് പറയുന്ന ഒരു കമ്പനി എന്ത് ചെയ്തു? ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്മോൾ കാർ എന്ന് പറയുന്ന ഒരു ആവശ്യമുണ്ടെന്നും മാരുതി 800 എന്ന മോഡലും കൊണ്ടുവന്നു. അതുകൊണ്ട് ഇന്നും മാരുതി എന്ന് പറയുന്ന മോഡല് നമ്മുടെ രാജ്യത്ത് ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള കമ്പനിയാണ് ഈ മാരുതി എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ കമ്പനി ഓപ്പർച്യൂണിറ്റീസ് റെഫേഴ്സ് ടു external trends or changes. Identification of opportunities at an early stage helps the company to be able to exploit them without losing them to the competitors. So, the environmental scanning helps the company to identify new opportunities at an early stage and able to exploit them without losing them to the competitors. Example, Maruti became the leader in the small car market because it was the first to recognize the need for small car for middle class people. Okay, അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ എന്താ? Helps to identify opportunities. Next, second feature, it helps a company to identify threat and provide warning signals. Environmental scanning in the aim തന്നെ identification of opportunities and threats ആണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതാണ് മക്കളെ. It helps a company to identify threat and provide warning signal. ഇത് കമ്പനികൾക്ക് എന്തിനു കൂടെ സഹായിക്കും? ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണി ഇല്ലേ? പുതിയ പുതിയ കമ്പനികൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. ഇന്ത്യയിൽ 1991 ഗവൺമെന്റ് പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നു. അതിന്റെ ഫലമായിട്ട് വോഡാഫോൺ, ഒക്കെ ബ്രിട്ടീഷ് കമ്പനിയാണ് വോഡാഫോൺ പോലുള്ള കമ്പനികൾ നമ്മുടെ രാജ്യത്ത് അവരുടെ ഫംഗ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തു. അത് BSNL എന്ന ഇന്ത്യൻ കമ്പനിക്ക് ത്രെട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ BSNL എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് ആ ചേഞ്ചസിനനുസരിച്ച് അവർ വരുത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും നഷ്ടത്തിലേക്ക് പോകുന്ന കമ്പനി ആയിട്ട് BSNL മാറില്ലായിരുന്നു.
BSNL ഇന്ന് കേരളത്തിലൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറ്റു ചില സംസ്ഥാനങ്ങളിൽ അത് ലോസ് ഉണ്ടാക്കുന്ന ഒരു ഗവൺമെന്റ് കമ്പനി ആയിട്ടാണ് ഇപ്പോഴും ഉള്ളത് BSNL. അപ്പോൾ എന്ത് ചെയ്യുന്നു? എൻവയോൺമെന്റിനെ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ we can identify threats. Similarly, we can change our functioning in accordance with the threats. Environmental awareness helps managers to identify various threats. It provides the business early warning signals to plan its future course of action. For example, if an Indian firm finds that a foreign multinational is entering the Indian market with a new substitute, it should act as a warning signal. Environmental awareness, that is environmental scanning, helps managers to identify various threats. That's the second point. It helps a company to identify threat. Next, third one, it helps in tapping useful resources. It helps in tapping useful resources. Environment is a source of various resources to the business enterprise. നമ്മുടെ പരിസ്ഥിതിയാണ് കച്ചവടക്കാർക്കുള്ള റിസോഴ്സുകളുടെ സോഴ്സ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റ് സ്കാനിംഗ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഡിഫറെന്റ് സോഴ്സസ് ഓഫ് റിസോഴ്സസ്. Therefore, enterprise should design their policies making a provision for getting resources they need and giving what the environment need. നമുക്കറിയാം മക്കളെ, ഭൂമിയാണ്, നമ്മുടെ പരിസ്ഥിതിയാണ് എല്ലാ വിഭവങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള സോഴ്സ്. എർത്ത് ഓർ അവർ എൻവയോൺമെന്റ് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഓൾ റിസോഴ്സസ്. നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റിനെ മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എൻവയോൺമെന്റ് ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഓൾ റിസോഴ്സസ്. എൻവയോൺമെന്റ് സ്കാനിംഗ് പ്രൊവൈഡ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ സോഴ്സസ് ഓഫ് റിസോഴ്സസ്. പുതിയ പുതിയ വിഭവങ്ങൾ എവിടെയുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള മെസ്സേജ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? എൻവയോൺമെന്റൽ സ്കാനിങ്ങിൽ കൂടെ കിട്ടും. അങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ റിസോഴ്സുകൾ നമുക്ക് കണ്ടുപിടിക്കാം എന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. ബിസിനസ് എൻവയോൺമെന്റ് ഈസ് ഡൈനാമിക്, such as changes in market condition, technology, competition, etc. To adjust with these changes, managers must be dynamic. This is possible through proper environment scanning. ഇത് environment scanning മാനേജേഴ്സിന് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇൻഫർമേഷൻ ഏതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ? ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ്. ആഫ്റ്റർ ഗെറ്റിംഗ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് എ പെർട്ടിക്കുലർ ചേഞ്ച് ഇൻ എൻവയോൺമെന്റ്, a manager can change his activity. ബിസിനസ് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ഫീച്ചർ ആയിട്ട് പഠിച്ചു. ഡൈനാമിക് ആണ്, ഫ്ലെക്സിബിൾ എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് കച്ചവടക്കാരന് എൻവയോൺമെന്റൽ സ്കാനിംഗ് വഴി മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് ആ മാറ്റത്തിനനുസരിച്ച് ബിസിനസിനെയും മാറ്റാം. അതാണ് ഇറ്റ് ഹെൽപ്സ് ടു അഡ്ജസ്റ്റ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. ഇറ്റ് ഹെൽപ്സ് ടു അഡ്ജസ്റ്റ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. Next, it helps in assisting planning and policy formulation. It helps in assisting planning and policy formulation. അവിടെ TIO ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഫോർമുലേഷന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ജസ്റ്റ് ഇഗ്നോർ ദാറ്റ്. ഞാനത് ആഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ചെയ്യും. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ഇൻ അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. നമ്മൾ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ പഠിച്ചിട്ടുണ്ട്. പ്ലാൻ, ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ് പ്ലാനിംഗ്. Planning is an important function of every business unit. A businessman should plan his activities in accordance with the changes. In order to prepare good plans, in order to prepare strategic plans, a businessman needs data and information. The data and information will be available for a businessman only if he conduct the environment scanning properly. As a result of environment scanning, a businessman will get valuable business data and information, and based on the collected data, he can take new plans and he can prepare new policies. So, environmental scanning helps the businessman to prepare plans and to prepare policies. Environment scanning gives vital information which can be taken as the basis for deciding future course of action and policy formulation. Next one, it helps in improving performance. Environment scanning helps to improve the performance. The future of environment is very much linked with what is happening. The future of environment alla ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, അത് ഒന്ന്
മനസ്സിലാക്കുക മക്കളെ. ദ ഫ്യൂച്ചർ ഓഫ് എ ബിസിനസ് യൂണിറ്റ്, ഫ്യൂച്ചർ ഓഫ് എൻവയോൺമെന്റ് അല്ല, ദ ഫ്യൂച്ചർ ഓഫ് ബിസിനസ് യൂണിറ്റ് is very much linked with what is happening in the environment. Those enterprises which continuously monitor their environment and adopt suitable policies will improve the performance. ആറാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് ആണ്, ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ പെർഫോമൻസ്. ഒരു കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. In order to improve the performance of an organization, changes is needed. Change in business activity in accordance with the change in business environment is needed. We can change our activities in accordance with the changes in business environment only if we understand properly the environment. എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ബിസിനസ്സും മാറണം, എന്നാലേ നമുക്ക് നമ്മുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. അങ്ങനെ എൻവയോൺമെന്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ഒരു കച്ചവടക്കാരൻ എന്തിനെ കുറിച്ച് പഠിക്കണം? എൻവയോൺമെന്റിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ കൃത്യമായിട്ട് എൻവയോൺമെന്റിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കച്ചവടക്കാരന് അവന്റെ പ്രവർത്തനം ഇംപ്രൂവ് ചെയ്യാം എന്നതാണ് ആറാമത്തെ പോയിന്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് പെർഫോമൻസ് ഓഫ് എ ബിസിനസ് യൂണിറ്റ്. അപ്പൊ ഇത്ര പോലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ച്. എൻവയോൺമെന്റൽ സ്കാനിങ്, അതുപോലെ അതിന്റെ ഇമ്പോർട്ടൻസ്, രണ്ടാമത്തെ പോയിന്റ്. തേർഡ് പോയിന്റ്, ഹെൽപ്സ് ഇൻ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. It helps in coping with rapid changes, helps planning, helps to improve performance. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മൂന്നാമത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തന്നെ ഏകദേശം 15 മിനിറ്റിലധികം ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ക്ലാസ് മനസ്സിലാകാത്ത കുട്ടികൾ 2 or 3 തവണ ക്ലാസ് കാണുക. ഓക്കെ, ബാക്കിയുള്ള പോർഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.